ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ടെക് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ലൊരു ഉപകാരപ്രദമായിട്ടുള്ള, പ്രത്യേകിച്ച് യൂട്യൂബേഴ്സിനും അതുപോലെ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ ഉപയോഗിക്കുന്നവർക്കെല്ലാം വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ആപ്പിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അതായത് അൾട്ടിമേറ്റ് തംബ്നെയിൽ മേക്കർ എന്നാണ് ആപ്പിൻ്റെ പേര്. പ്രധാനമായിട്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് പല സോഷ്യൽ മീഡിയസിലും അതിൻ്റെ കവർ പേജ്, അതിലുള്ള പോസ്റ്റ്, അതിലെ തംബ്നെയിൽ, പ്രത്യേകിച്ച് യൂട്യൂബിൻ്റെ തംബ്നെയിൽ, കവർ പേജ്, അതിൻ്റെ ഡിസ്പ്ലേ, ബാക്കി കാര്യങ്ങൾ, അതുപോലെ ലിങ്ക്ഡ്ഇൻ, ട്വിറ്റർ, പിന്നെ ഫേസ്ബുക്ക്, അതിൻ്റെ കവർ പേജ്, പ്രൊഫൈൽ ഇമേജ്, ഇതിൻ്റെയൊക്കെ സൈസൊന്നും അറിയത്തില്ലായിരിക്കും. ഇതിൻ്റെ സൈസ് കറക്റ്റായിട്ട് അറിഞ്ഞ് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ഒന്നും സഹായമില്ല, ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ഇതിൽ യൂട്യൂബ് തംബ്നെയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. നമുക്ക് പെട്ടെന്നൊരു വീഡിയോ ഉണ്ടാക്കി അതിൻ്റെ തംബ്നെയിൽ നമുക്ക് ഉണ്ടാക്കണം. ഇപ്പോൾ കമ്പ്യൂട്ടർ ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് സ്റ്റണ്ണിങ് ആയിട്ടുള്ള തംബ്നെയിലിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം. ഒരു തംബ്നെയിൽ കണ്ടിട്ടാണ് ഒരു വീഡിയോ എല്ലാവരും കാണുന്നത്. അപ്പോൾ ആ തംബ്നെയിലിൻ്റെ ക്വാളിറ്റി പോലെ ആയിരിക്കും ആ വീഡിയോ. അപ്പോൾ അങ്ങനെ നല്ല ക്വാളിറ്റിയുള്ള, നല്ല അടിപൊളിയായിട്ടുള്ള തംബ്നെയിൽ നമുക്ക് ഇതിലുണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് ഞാൻ ആദ്യമായിട്ട് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആപ്പ് തുറന്നതിന് ശേഷം സൈസ് ഫോർ യൂട്യൂബ് എടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് കാണിക്കുന്നത് ഇതിൽ റെഡിമെയ്ഡ് തംബ്നെയിൽസ് ചിലതുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അതിൽ തന്നെ ഫേസ്ബുക്കിൻ്റെ ഉണ്ട്, സോഷ്യൽ മീഡിയ എല്ലാത്തിൻ്റെ ഉണ്ട്. അതിൽ തന്നെ ഞാൻ തിരഞ്ഞെടുക്കുന്നത് യൂട്യൂബാണ്. യൂട്യൂബ് എടുക്കുമ്പോഴത്തേക്കും യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള തംബ്നെയിലുകൾ ഒരുപാടെണ്ണം കാണിക്കും. അതായത് നമുക്ക് പല കാറ്റഗറി ഉണ്ട്. റിയൽ എസ്റ്റേറ്റ്, ഫാഷൻ, ഫോട്ടോഗ്രാഫി, ഫിറ്റ്നസ്, ബിസിനസ്, ലവ്, ട്രാവലിംഗ്, സമ്മർ, അങ്ങനെ വരുന്ന ഫുഡ്, അങ്ങനെ വരുന്ന കാറ്റഗറി ഉണ്ട്. ഇതിൽ നമ്മുടെ വീഡിയോ, നമ്മുടെ തംബ്നെയിൽ ചെയ്യാൻ പോകുന്ന വീഡിയോ ഏത് കാറ്റഗറിയാണെന്ന് നമ്മൾ ആദ്യം കണ്ടെത്താം. അത് കഴിഞ്ഞ് അത് നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷമാണ് അതിൽ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ തംബ്നെയിലൊക്കെ കാണുമ്പോൾ തന്നെ എല്ലാം നല്ല സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഡിസൈൻ ഉള്ള തംബ്നെയിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വ്യൂവേഴ്സൊക്കെ കിട്ടാൻ സാധ്യതയുള്ള തംബ്നെയിൽസാണ് എല്ലാം വരുന്നത്. അപ്പോൾ അതിലേതെങ്കിലും ഒരു തംബ്നെയിൽ ഞാനിപ്പോൾ ഫാഷനിൽ എടുക്കുവാണ്. ഈ സംഭവം മോർ കൊടുത്തു. ഒരു കാറ്റഗറി തന്നെ ഒരുപാട് തംബ്നെയിൽസ് താഴെയുണ്ട്. നമ്മൾ അടിച്ചുകൊണ്ട് പോകുന്നതോറും വീണ്ടും കാണാൻ പറ്റും. ഞാൻ ഈ തംബ്നെയിൽ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ തംബ്നെയിൽ നമ്മളെ ഇതിലോട്ട് ഡൗൺലോഡ് ആവും. അതിനുശേഷം അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ തംബ്നെയിൽ ഇതിലോട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഓരോ ലെയറായിട്ട് ഈ ഓരോ സംഭവങ്ങളും ഓരോ ലെയറാണ്. അത് നമുക്കറിയാൻ പറ്റും, നമ്മുടെ ഫോട്ടോഷോപ്പിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഇതിൽ നമ്മളിപ്പോൾ ഒരു ബ്യൂട്ടീഷ്യൻ്റെ എന്തെങ്കിലും ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്യൂട്ടോറിയൽ എന്ന സാധനത്ത് ഇത് എഡിറ്റ് ചെയ്യാൻ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട. 2 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണം ഇവിടെ കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇത്രയുള്ളൂ, വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ അതിൻ്റെ എഡിറ്റിങ്, അതിൻ്റെ ഫോണ്ട് കൺട്രോൾസ് എന്ന സാധനത്ത് അത് ബോൾഡാണോ, ഇറ്റാലിക്കാണോ, ക്യാപിറ്റൽ, സ്മോൾ, അണ്ടർലൈന്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അടുത്ത രണ്ടാമത്തെ ടാബ് ഫോണ്ട്. നമുക്ക് ഫോണ്ട് പലതരത്തിലുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ കളറ് നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒപ്പാസിറ്റി ഉണ്ട് നമുക്ക്. അതുപോലെ തന്നെ ഷാഡോ, ഇപ്പോൾ ബ്ലാക്ക് ഷാഡോ എല്ലാം വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഔട്ട്ലൈൻ ഉണ്ട്. ഇപ്പോൾ റെഡിൽ വേണമെങ്കിൽ ബ്ലാക്ക് ഔട്ട്ലൈൻ കൂടി നമുക്ക് കൊടുക്കാം. ഇങ്ങനെ കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉള്ളതാണിത്. അതുപോലെ ബാക്ക്ഗ്രൗണ്ട്, ഈ ചാനലിന് എഴുതിയതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേറെ കളർ വേണമെങ്കിൽ അത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുവഴി ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഇതിൻ്റെ അടിയിലത്തെ ഇത് ഒരു വേറെ ലെയറായിട്ടാണ്. അതിനെ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് മാറ്റി വയ്ക്കാൻ ഇങ്ങനെയൊക്കെ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേറെ ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ താഴെ ടെക്സ്റ്റ് എന്ന ഐക്കണുണ്ട്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ടെക്സ്റ്റ് ആഡ് ചെയ്യും. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, മലയാളം വേണമെങ്കിൽ നമുക്ക്
ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇംഗ്ലീഷ് കീബോർഡ് വെച്ചാണ് ടൈപ്പ് ചെയ്തത്. മലയാളം നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇതിൻ്റെ വേറൊരു സവിശേഷതയാണ്. ഇതിലെങ്കിലും വേണ്ട നമുക്ക് എടുത്തില്ല, ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി, അങ്ങ് ഡിലീറ്റ് ആയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡിസൈനുകൾ ചെയ്യാൻ പറ്റും. ഇനി എൻ്റെ അടിയിലുള്ള ഈ പിക്ചറിൽ നമുക്ക് വേണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എടുത്തതിന് ശേഷം ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഏതെങ്കിലും ഒരു പിക്ചർ ആണെങ്കിൽ നമുക്കവിടെ സെലക്ട് ചെയ്ത് ഇടാനായിട്ട് പറ്റും. അതിനൊക്കെ ഉള്ള കാര്യങ്ങൾ ഇതിലുണ്ട്. ഇനി നമ്മളെ ഫയൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഈ മുകളിൽ ഒരു ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്. ആ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ നമ്മളെ ഗാലറിയിലോട്ട് ഡൗൺലോഡ് ആവും. പിന്നെ നമുക്കത് എല്ലാത്തിലും ഉപയോഗിക്കാനായിട്ട് പറ്റും. ഏത് കാര്യത്തിനാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമുക്ക് ഈ റെഡിമെയ്ഡ് തംബ്നെയിലുണ്ട്. നമുക്ക് പുതിയതായിട്ടൊന്നും ഉണ്ടാക്കണമെങ്കിൽ ഫസ്റ്റ് ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിനുള്ള സ്റ്റോറീസ് അങ്ങനെ എന്ത് വേണം ഉണ്ടാക്കാൻ പറ്റും. അതിനെല്ലാത്തിനുള്ള കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. ഞാൻ യൂട്യൂബ് തംബ്നെയിൽ തന്നെയാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ അപ്പോൾ അങ്ങനെ വന്നു. അതിൽ നമുക്ക് ആവശ്യമുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. ഈ നാച്ചുറലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുകയാണ്. ഒക്കെ എടുത്ത് ഒരു ആഡ് വന്നിരിക്കുകയാണ്. അതിനൊന്ന് ബാക്കടിച്ച് ഇട്ടാൽ മതി. ഓക്കെ, ഇപ്പോൾ കിട്ടി. അപ്പോൾ ഇനി ഇതിൽ ഞാൻ എൻ്റെ ഒരു ട്രാവൽ വ്ലോഗാണെന്ന് വിചാരിച്ചു. ട്രാവൽ വീഡിയോ ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് കണക്കായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എടുത്തു. ഒരു പിക്ചർ ഞാൻ എടുത്തു. ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തു. ജസ്റ്റ് ഞാൻ ടൈപ്പ് ചെയ്തു. ഇങ്ങനെ ആവുന്നു. പിന്നെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ സൈഡിലത്തെ ആരോ ക്ലിക്ക് ചെയ്ത സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ റൊട്ടേറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ളതാണ്. അങ്ങനെ റൊട്ടേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചു. പിന്നെ അതിൻ്റെ ഫോണ്ട് ജസ്റ്റ് ഒന്ന് മാറ്റി കളർ ഇഷ്ടമുള്ള കളർ കൊടുക്കണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ആ കളർ അതിൽ വിസിബിൾ അല്ലാത്തത് ഒരു ഔട്ട്ലൈൻ ബ്ലാക്ക്, ഔട്ട്ലൈൻ ക്ലിക്ക് ചെയ്ത് ബ്ലാക്ക് കളർ ചെയ്യും. അതൊരു മലയാളം ടെക്സ്റ്റ് കൂടി ജസ്റ്റ് നാട്ടിൽ കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഒരു തമ്മിൽ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. സേവ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഇതിലും ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, വേറെ എഫക്റ്റുകളുണ്ട്. ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത്. നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ വേഗത്തിൽ സ്റ്റണ്ണിങ് ആയിട്ടുള്ള നമ്മുടെ യൂട്യൂബ് തംബ്നെയിൽസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതുവഴി നമ്മുടെ യൂട്യൂബിൻ്റെ വ്യൂസൊക്കെ വർദ്ധിപ്പിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ആപ്പ് ഉപയോഗിച്ച് നോക്കുക. ഓക്കെ, താങ്ക് യു.